നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റാസ് എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് ഈ റാസ്? റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. എപ്പോഴാണ് ഈ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റഡ് ആവുന്നത്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വോളിയം കുറയുമ്പോൾ. ഇങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ശരിക്കും നമ്മളുടെ അഫറൻ്റ് ആർട്ടീരിയോൾസിൽ ബ്ലഡ് പ്രഷർ കുറയുന്നു. അതുപോലെ തന്നെ നെഫ്രോൺ, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ആ സ്ഥലത്ത് നമ്മുടെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിൽ റെനിൻ റിലീസ് ചെയ്യപ്പെടുന്നു. എവിടെ നിന്നാണ് റെനിൻ വരുന്നത്? അത് നമ്മുടെ ജെക്സ്റ്റാ ഗ്ലോമെറുലാർ സെൽസ് അഥവാ ഗ്രാനുലാർ സെൽസ് എന്നാണ് ഓഫ് അഫറൻ്റ് ആർട്ടീരിയോൾസ്. ഈ റെനിൻ എന്ത് ചെയ്യുന്നു? അത് നമ്മളെ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് ഈ ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൻ്റെ പ്രവർത്തനം മൂലമാണ്. പിന്നെ ഈ ആൻജിയോടെൻസിൻ 2 എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊരു ജനറലൈസ്ഡ് വാസോ കൺസ്ട്രക്ടറാണ്. അതുപോലെ തന്നെ അത് നമ്മളെ ഇഫറൻ്റ് ആർട്ടീരിയോൾസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് എന്ന് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണെ അത് റിലീസ് ചെയ്യുന്നു. വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ADH അത് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ 4 ഫംഗ്ഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സോഡിയവും അതുപോലെ തന്നെ ഫ്ലൂയിഡും റിട്ടൻഷൻ വരുന്നു, കൂടെ വാസോ കൺസ്ട്രക്ഷൻ വരുന്നു. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ പ്രശ്നമായിട്ടുള്ള ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷറും ഡിക്രീസ് ഇൻ ബ്ലഡ് വോളിയവും മാറി നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടി നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അത് നമ്മുടെ ശരീരത്തിലെ BP റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ECF വോളിയം റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ റെഗുലേഷൻ ഓഫ് GFRും അതേപോലെ തന്നെ ഓട്ടോ റെഗുലേഷൻ ഓഫ് റീനൽ ബ്ലഡ് ഫ്ലോയും ആണ്. ഓക്കെ, ശരി, നന്ദി, നമസ്കാരം.